സ്നേഹമുള്ളവരെ, ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു വാക്കിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ആ വാക്ക് ഇതാണ്, ഹല്ലേലൂയ. ഏതാണ്? ഹല്ലേലൂയ. ഈ വാക്ക് ബൈബിളിൽ 28 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 24 തവണ പഴയ നിയമത്തിലും 4 തവണ പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിലും. പഴയ നിയമത്തിൽ ഇത് 22 തവണയും ഉപയോഗിച്ചിരിക്കുന്നത് സങ്കീർത്തനങ്ങളിലാണ്. മിക്കവാറും സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ. എന്നാൽ നമ്മൾ മലയാളം ബൈബിളിൽ നോക്കിയാൽ പഴയ നിയമത്തിൽ ഈ ഹല്ലേലൂയ എന്ന വാക്ക് നിങ്ങൾ കാണുകയില്ല. അതിന് പകരം ആ ഹല്ലേലൂയയുടെ ഒരു വിശുദ്ധീകരണം, ദൈവത്തിൻ്റെ സ്തുതി, കർത്താവിൻ്റെ സ്തുതി എന്നൊക്കെയുള്ള ഒരു വിശുദ്ധീകരണമാണ് കൊടുത്തിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ താഴെ പറയുന്ന സ്ഥലങ്ങളിലാണ് ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം സങ്കീർത്തനങ്ങളാണ്. 104, 35, 105, 45, 106, 1, 111, 1, 112, 1, 113, 1, 9, 115, 18, 116, 19, 117, 2, 135, 1, 21, 146, 1, 10, 147, 1, 20, 148, 1, 14, 149, 1, 9, 150, 1, 6 എന്നീ വചനങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ എന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ കാണും. മലയാളം ബൈബിളിൽ ആ വാക്കില്ല. പകരം അതിൻ്റെ ഒരു അർത്ഥം വിശദീകരിച്ചൊരു വാചകമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പഴയ നിയമത്തിൽ തോബിത്തിൻ്റെ പുസ്തകം 13:18 ഈ വചനം കാണാം. അതിങ്ങനെയാണ്: ആനന്ദ കീർത്തനങ്ങളാൽ ജെറൂസലമിൻ്റെ മതിലുകൾ പ്രകമ്പനം കൊള്ളട്ടെ, അതിലെ നിവാസികൾ ആർത്ത് വിളിക്കും ഹല്ലേലൂയ. അപ്പം ജനം ആർത്ത് വിളിക്കുമ്പോൾ ആ ശബ്ദം കൊണ്ട് ജെറൂസലം ദേവാലയത്തിൻ്റെ അഥവാ ജെറൂസലം നഗരത്തിൻ്റെ മതിലുകൾ പ്രകമ്പനം കൊള്ളും. അത്രമാത്രം ശക്തിയോടുകൂടിയ, ശബ്ദത്തോടുകൂടിയ ഒരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ എന്ന വാക്ക് കാണുന്നത് വെളിപാട് പുസ്തകത്തിൽ 4 സ്ഥലങ്ങളിലാണ്. 4 വെളിപാട് 19-ാം അധ്യായത്തിലാണ്. 19:1 ഇങ്ങനെയാണ്: ഇതിന് ശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ. എങ്ങനത്തെ സ്വരമാ? വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശബ്ദം എന്ന് വെച്ചാൽ വളരെ ശബ്ദത്തോടു കൂടിയ ഒരു പ്രാർത്ഥനയാണത്. വീണ്ടും വെളിപാട് 19:3 നമ്മൾ കാണുന്നു, രണ്ടാമതും അവർ പറഞ്ഞു ഹല്ലേലൂയ. പിന്നെ നമ്മൾ കാണുന്നത് 19:4 അവിടെ എങ്ങനെ പറയുന്നു: അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. വെളിപാട് 19:6 ഇങ്ങനെ പറയുന്നു: പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള ഒരു സ്വരം ഞാൻ ശ്രവിച്ചു, ഹല്ലേലൂയ. ഇപ്പം എങ്ങനെയാണ് സ്വർഗത്തിൽ ഈ സ്വരം മുഴങ്ങി കേൾക്കുന്നത്? അതൊക്കെ വിശേഷങ്ങൾ വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെ പോലെ,
അതുപോലത്തെ ശബ്ദത്തിലാണ് സ്വർഗത്തിൽ വിശുദ്ധർ മാലാഖമാർ കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിക്കുന്നത്. ഇനി ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറയാം. നമ്മളെപ്പോഴും അത് പറയാറുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിരിക്കണമോ എന്ന് നിശ്ചയമില്ല. ഹല്ലേലൂയ ഒരു ഹീബ്രു ഭാഷയിലുള്ള വാക്കാണ്. ഹീബ്രു ഭാഷയിൽ 2 ഹീബ്രു വാക്കുകൾ കൂടിച്ചേർന്നതാണ് ഹല്ലേലൂയ എന്ന വാക്ക്. അതിലൊന്ന് ഹല്ലേൽ, 2 യ. ഹല്ലേൽ എന്ന് വെച്ചാൽ സ്തുതിക്കുക അഥവാ സ്തുതിപ്പ്. യ എന്ന് വെച്ചാൽ യഹോവ അഥവാ കർത്താവ്. അപ്പോൾ ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് പ്രൈസ് ദ ലോർഡ്. എൻ്റെ മലയാളം വിവർത്തനമാണ് ദൈവത്തിന് സ്തുതി. ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്, മലയാളത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഒരാരാധനാ പ്രകരണമാണ്, സന്തോഷത്തോടു കൂടിയ ഒരാരാധനാ പ്രകരണമാണ് ഹല്ലേലൂയ എന്ന വാക്ക്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു, നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. അപ്പം ദൈവം വാഴുന്നതോർത്ത് ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആഹ്ലാദത്തോടുകൂടി നടത്തുന്ന ഒരു ആർപ്പ് വിളിയാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഹല്ലേലൂയ എന്ന വാക്ക് നമ്മുടെ ഭക്തഗാനങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് സ്ഥലം പിടിച്ചിട്ടുണ്ട്. എല്ലാ ഭാഷയിലുള്ള ഭക്തഗാനത്തിൽ ഹല്ലേലൂയ എന്ന വാക്ക് പല ട്യൂണിൽ നിരവധി തവണ ആവർത്തിച്ചിട്ടുണ്ട്. മലയാള ഭക്തഗാനത്തിലും ഹല്ലേലൂയ എന്ന വാക്ക് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ട്യൂണുകളിലുണ്ടത്. അതിൽ ചില ട്യൂണുകൾ ഞാനിപ്പോൾ പറയാം അഥവാ പാടാം. ഞാൻ പറയുമ്പോൾ അഥവാ ഞാൻ പാടുമ്പോൾ നിങ്ങളൊന്ന് ഏറ്റുപാടണം. കുഴപ്പമില്ലല്ലോ? ഉറക്കെ എങ്ങനെയാണ്? പെരുവെള്ളത്തിൻ്റെ ഇലച്ചൽ പോലെ, ഇടിനാദം പോലെ, ജനക്കൂട്ടത്തിൻ്റെ ആരവം പോലെ നമ്മളത് പറയണം അഥവാ പാടണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ ഹല്ലേലൂ ഹല്ലേലൂയ. നോക്കിയേ, എത്രയോ ടൂണുകളിലാണ് ഈ ഹല്ലേലൂയ എന്ന വാക്ക് സംഗീതത്തിൽ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ധ്യാനം ചില ഉദാഹരണങ്ങൾ മാത്രം എടുക്കുകയാണ് ചെയ്തത്. അപ്പം ശക്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ച് പാടുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. അത് തളർന്നു കുട്ടി മനസ്സില്ലാ മനസ്സോടെ നടത്തേണ്ട ഒരു പദപ്രയോഗമല്ല. ദൈവം വാഴുന്നതിൽ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പെരുവെള്ളത്തിൽ ഇലച്ചൽ പോലെ ഇടിമുഴക്ക ശബ്ദം പോലെ ആൾക്കൂട്ടത്തിൻ്റെ ആരവം പോലെ നമ്മൾ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കേണ്ട ഒരു വാക്കാണ് ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ് ഹല്ലേലൂയ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹല്ലേലൂയ എന്ന പാട്ട്, ആ വാക്ക് നമ്മൾ ആവർത്തിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളുമൊക്കെ സംഭവിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഈ ഇരടികൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളുമൊക്കെ സംഭവിക്കും. നിങ്ങൾ ഈ പാട്ട് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. അതിനകത്ത് രണ്ട് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്തുതിച്ചു പാടിന് ദൈവത്തെ ദൈവനാമത്തെ, അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ കാണും. ഇപ്പം ദൈവത്തെ സ്തുതിച്ച് പാടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പിന്നെന്താ? ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ച് പാടി ഞാൻ ദൈവകൃപയാൽ നിറയട്ടെ. ഇപ്പം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒന്ന്, അത്ഭുതങ്ങൾ സംഭവിക്കും. രണ്ട്, നമ്മൾ ദൈവകൃപയാൽ നിറയും. അപ്പോൾ അതാണ് ഈ ദൈവത്തെ ആരാധിച്ച് പാടുന്ന പാട്ടിൻ്റെ പ്രത്യേകത. അനവധി ഭക്തഗാനങ്ങളിൽ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ പാടി പുകഴ്ത്താം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളുണ്ട്. അല്ല, അങ്ങനെയുള്ള പ്രചോദനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ എന്ന വാക്ക് പ്രോത്സാഹനവും പ്രചോദനവും ഒന്നുമല്ല. നേരിട്ട് അങ്ങോട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിൻ്റെ സ്തുതി എന്നാണ്. ദൈവത്തെ സ്തുതിച്ചേ, ദൈവത്തെ ആരാധിച്ചേ എന്നൊന്നും ആരും പറയുന്നില്ല. ദൈവത്തെ നേരിട്ട് അങ്ങോട്ട് സ്തുതിക്കുക. ഹല്ലേലൂയ എന്ന് നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കുക നമുക്ക്. ഇപ്പം നമ്മൾ ഈ പാടിയ ഹല്ലേലൂയ പാട്ടുകൾ ഈ ഗായക സംഘം നോൺ സ്റ്റോപ്പായിട്ട് നിർത്താതെ ഒന്ന് പാടും ഞാൻ പറയുമ്പോൾ. അതിനുശേഷം ഇതുവരെ നമ്മൾ പാടാതിരുന്ന ഒരു ഹല്ലേലൂയ ഗീതം കൂടി നമ്മൾ പാടും. അപ്പം അതിന് നമ്മളിപ്പോൾ ഇനി ഇത് പാടുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ആരവം വേണം, പെരുവെള്ളത്തിൻ്റെ ശബ്ദം വേണം, ഇടിമുഴക്കത്തിൻ്റെ സ്വരം വേണം. എന്ന് വെച്ചാൽ
എൻ്റെ ബോധ്യത്തിൽ നിന്ന് എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്ന ദൈവത്തെ ഞാൻ ആഹ്ലാദത്തോടുകൂടി ആനന്ദത്തോടുകൂടി സ്തുതിക്കുകയാണ്. ഒരു വശത്തപ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, മറുവശത്തപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. എനിക്ക് ദൈവം സൗഖ്യം തരുന്നു, ദൈവം എന്നെ കൃപയാൽ നിറയ്ക്കുന്നു. ഒരു ബോധ്യത്തോടുകൂടി കണ്ണടച്ചോ കൈകൊട്ടിയോ കരങ്ങൾ കൂപ്പിപ്പിടിച്ചോ എങ്ങനെയെങ്കിലും നല്ല ശബ്ദത്തിൽ നല്ല ബോധ്യത്തോടുകൂടി എല്ലാവർക്കും ചേർന്ന് ഈ പാട്ട് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കയ്യടി പോരാ കയ്യടി പോരാ കയ്യടി പോരാ. പാടിടാം കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ചു പാടിടാം കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പെരുവെള്ളത്തിൻ നിറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ നിറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഒന്ന് കൈ ഉയർത്തിപ്പിടിക്കാം എല്ലാവരും. രണ്ട് കരകൾ ഉയർത്തിപ്പിടിച്ച് ഈ ഗാനം നമ്മൾ ആവർത്തിക്കുന്നു. ആ സമയത്ത് ഞാനൊരു ഹീലിംഗ് ഡെലിവറൻസ് പ്രയർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം വിശുദ്ധ ജലം തളിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തെ ഈ ഹല്ലേലൂയ പാടി സ്തുതിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഒക്കെ സംഭവിക്കും. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ഇങ്ങനത്തെ ഉയർത്തലൊന്നും വേണ്ട, മുട്ട് മടങ്ങാത്ത വിധത്തിൽ നന്നായിട്ട് ഉയർത്തി. അതിന് പറ്റാത്തവർ കൈ താത്തിയിട്ട് നിന്നാൽ മതി. ഒന്ന് ഒരു വിശ്വാസത്തോടു കൂടി, ഒരു ബോധ്യത്തോടു കൂടി, ഒരു ആത്മാർത്ഥത്തോടു കൂടി ദൈവത്തെ ഒന്ന് കൺമുമ്പിൽ കണ്ടുകൊണ്ട് മാലാഖമാരുകൾ സാഷ്ടാംഗം വീണ് കിടന്ന് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്നതെന്ന് വിശ്വാസത്തിൽ ഭാവനയിൽ കണ്ടുകൊണ്ട് അതിനോട് കൂടിച്ചേർന്നുകൊണ്ട് നന്നായിട്ടൊന്ന് സ്തുതിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം.
സ്വരത്തില് പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മിശിഹാ. കർത്താവേ, സ്വർഗവാസികൾ സാഷ്ടാംഗം വീണ് ഹല്ലേലൂയ എന്ന് പാടിക്കൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. സ്വർഗവാസികളോട് ചേർന്ന് ഹല്ലേലൂയ പാടി ഞങ്ങളും അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്തുതി ആരാധനകളിൽ അങ്ങ് പ്രസാദിക്കണമേ. കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും നിന്നെ സ്നേഹിക്കുകയും നിന്നെ സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുന്നവരിൽ നീ പ്രസാദിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവേ, ഇപ്പോൾ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേലും ഇതിലെ ഓരോ അംഗങ്ങളുടെ മേലും നീ പ്രസാദിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ പാടി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നുണ്ട് എങ്കിലും വലിയ മനസമാധാനത്തോടും സന്തോഷത്തോടും കൂടി അല്ല ഞങ്ങൾ ഹല്ലേലൂയ പാടി അങ്ങയെ സ്തുതിക്കുന്നത്. കാരണം കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. ആകയാൽ അങ്ങയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ. അന്നാവിൻ്റെ മരവിപ്പ് മാറിപ്പോകട്ടെ. അഭിഷേകക്കുറവ് മാറിപ്പോകട്ടെ. മന്ദതയും മടിയും അലസതയുമൊക്കെ ഞങ്ങളെ വിട്ടുപോകട്ടെ. ആന്തരിക മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഭയം ഞങ്ങളെ വിട്ടുപോകട്ടെ. ഉത്കണ്ഠ വിട്ടുപോകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. കുറ്റബോധം വിട്ടുപോകട്ടെ. അപകർഷതാബോധം വിട്ടുപോകട്ടെ. മുൻഗാമം വിട്ടുപോകട്ടെ. വാശി വൈരാഗ്യങ്ങൾ മാറിപ്പോകട്ടെ. പ്രതികാര ചിന്ത മാറിപ്പോകട്ടെ. മറ്റെല്ലാ ആന്തരിക മുറിവുകളും സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതോടൊപ്പം ശാരീരിക രോഗങ്ങൾ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ പാടി ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തെ അവിടെ ഏറ്റെടുക്കണമേ. വിറകം തല മുതൽ ഉള്ളൻകാൽ വരെയുള്ള ശരീരത്തിൽ ഓരോ അവയവങ്ങളിലുമുള്ള രോഗപീഠകൾ അവിടുന്ന് മാറ്റിക്കളയണമേ. മാരക രോഗങ്ങളും മാറാ രോഗങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹൃദ്രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പ്രമേഹ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കരരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഉദര രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കിഡ്നി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അസ്ഥി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, നടുവേദന അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ, ശരീരത്തിൽ മരവിപ്പും വേദനയും അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ, സ്ത്രീ സഹജമായ രോഗങ്ങളുള്ളവർ സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാത്തരം രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, സാമ്പത്തിക മേഖലകളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലെ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, കടബാധ്യതകൾ നീങ്ങിപ്പോകട്ടെ, ദൈനംദിന ചിലവുകൾ നടത്താൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ, മക്കളെ പഠിപ്പിക്കാനും വിവാഹം നടത്താനും ഒക്കെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, തകർന്നു പോയ ബിസിനസ്സുകൾ പുനരുദ്ധരിക്കപ്പെടട്ടെ, കാർഷിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, പൈശാചിക ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ, ജീവിതത്തെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുന്ന ബന്ധിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും അവിടുത്തെ നാമത്തിൽ ഞാനിപ്പോൾ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച് നിർഭീരമാക്കുന്നു. ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. ദുഷ്ടാരൂപിയുടെ സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങൾ വിമോചിതരും സംരക്ഷിതമാകട്ടെ. കലഹത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളെയും വിട്ടുപോകട്ടെ. നിരാശയുടെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടുന്നു, പകയുടെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടുന്നു, ജഡികാസയുടെ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടുന്നു. അനുതാപത്തിനും മാനസാന്തരത്തിനും എതിര് നിൽക്കുന്ന ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. മന്ത്രവാദവും കൂടോത്രവും വഴി വന്നുപോയ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് നിർവീര്യമാക്കുന്നു. ദുരാത്മാക്കളെ ബന്ധിച്ചിരിക്കുന്നു. ദുഷ്ടാരൂപിയുടെ സാന്നിധ്യം മൂലമുള്ള എല്ലാ തിന്മകളെയും ബഹിഷ്കരിക്കുന്നു. അവയുടെ സ്വാധീനങ്ങളെ നിർവീര്യമാക്കുന്നു. പഠനത്തിലും പരീക്ഷയിലും നിരന്തര പരാജയം അനുഭവിക്കുന്നവരുടെ പരാജയ കാരണങ്ങൾ ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ആ ഹല്ലേലൂയ, അവസാനത്തെ ഹല്ലേലൂയ ഒന്ന് പാടി സ്തുതിക്കാം. നല്ല ശബ്ദത്തില്, നല്ല ശബ്ദത്തില്.
ശാന്തമായിരിക്കാം. സ്തുതിപ്പിൽ തന്നെ നമ്മളായിരിക്കുകയാണ്. കണ്ണുകളൊക്കെ അടച്ച് ദൈവസാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാതെ തന്നെ ആരാധനയിൽ തന്നെ ആയിരിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഹല്ലേലൂയ എന്നുള്ള പദം നമ്മുടെ അധരങ്ങളിൽ, അത് ഹൃദയത്തിലേക്ക്, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ഹല്ലേലൂയ. നമുക്കൊന്ന് ഭാഷാപരത്തിലൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതികൾ ഉയരാൻ ആരംഭിക്കും. ഹല്ലേലൂയ ഗീതികൾ ഉയരാൻ ആരംഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ അതിനായി പ്രചോദിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ ഈ സായാഹ്നത്തിൽ നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെയും ചിന്തകളെയും ഭാവനയെല്ലാം നമുക്കൊന്ന് സ്തുതിക്കുവാനായി വിട്ടുകൊടുക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ദൈവം മോശയോട് പറഞ്ഞു, നീ ഫറവോടെ അടുത്ത് ചെന്ന് പറയുക, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കും കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് സമ്പൂർണ്ണമായി ഒന്ന് വിട്ടുകൊടുക്കാം ഇപ്പോൾ. ഹല്ലേലൂയ. യേശുവേ ഒന്ന് കരങ്ങളൊന്ന് ഉയർത്താം. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ ഞങ്ങളെ വിട്ടുതരുന്നു, ആരാധിക്കുവാൻ വിട്ടുതരുന്നു, സ്തുതിക്കുവാൻ വിട്ടുതരുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവിന്റെ കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്. സ്തുതിയുടെ തീ കൂട്ടായ്മയിൽ ഈ സായാഹ്നത്തിൽ ഇടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ തീ ഇടണമേ, സ്തുതിയുടെ തീ ഇടണമേ. ഹല്ലേലൂയ. ഗീതകങ്ങളുടെ തീ കൂട്ടായ്മയിൽ ഇടണമേ. ഞങ്ങളുടെ ജീവിതങ്ങളുടെ സ്തുതിയാ തീ പിടിപ്പിക്കണമേ എന്ന് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗ്നിയാൽ ഉറകൂട്ടണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. കരങ്ങളൊന്ന് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം പുതുക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂട്ടണമേ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് അഗ്നിയിൽ എന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. അഗ്നിയിൽ എന്നെ ഒരുക്കി വാർക്കും പരിശുദ്ധാത്മാവേ. സ്തുതിയുടെ ആത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. അഭിഷേകത്തിന്റെ ആത്മാവേ. വരദാനങ്ങൾ നൽകൂ. വരദാനങ്ങൾ ബലങ്ങളുടെ ആത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. കരങ്ങളൊന്ന് ഉയർത്തി, കരങ്ങൾ ഉയർത്തി വിട്ടുകൊടുത്ത് വിളിക്കാം. പരിശുദ്ധാത്മാവേ, സ്തുതിയുടെ ആത്മാവേ. അഭിഷേകത്തിന്റെ ആത്മാവേ. എന്നിൽ നിറയണമേ. നാവിന്റെ കെട്ടുകൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. അതരങ്ങളിൽ സ്തുതി നിറയുവാനായിട്ട് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. റൂഹ 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 റൂഹ. സ്തുതിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 പത്രോസ് അതിൻ്റെ 2:9 വചനം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തെമക വചനം ഒന്ന് കണ്ണുകളൊക്കെ നടച്ച് ഒന്ന് ധ്യാനാത്മകമായിട്ട് ആ വചനത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഹല്ലേലൂയ. ആരാധിക്കുവാനായി മാറ്റി നിർത്തപ്പെട്ട ജനമാണ് നമ്മൾ. ഹല്ലേലൂയ. അതിനു മാത്രമായി വിളി ലഭിച്ചവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജകീയ പുരോഹിത ഗണത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വീണ്ടും പറഞ്ഞു, അതിനാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നമ്മൾ കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്തുതിക്കണം. എന്താണ് അതിൻ്റെ കാരണം? ഒരു കാരണമാണ് അതിനുള്ളത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ തൻ്റെ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വലിയ പ്രകാശത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചു, കൂട്ടിച്ചേർത്തു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ചില താളുകൾ മറിച്ച് പുറകോട്ട് പോകുമ്പോൾ ഒരു പ്രത്യാശയില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു, ഒരു സന്തോഷമില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ പറ്റാതെ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റാതിരുന്ന ചില ജീവിതത്തിൻ്റെ അവസ്ഥകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടാതിരുന്ന ജീവിതത്തിൻ്റെ ചില കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും വെളിപ്പെടാതിരുന്ന വലിയ ശൂന്യതയിലൂടെ കടന്നുപോയ ജീവിതത്തിൻ്റെ അവസ്ഥയേടുകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ അന്ധകാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കർത്താവ് വലിയ പ്രകാശത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹിതരെ, നമ്മൾ കർത്താവിന് നന്ദി പറയണം, നന്ദി പറയണം. ഇത് ആയിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും ലഭിക്കാത്ത അനുഗ്രഹമാണ്. ഇപ്പോഴും വലിയ അന്ധകാരത്തിലും വലിയ അടിമത്തത്തിലും പൈശാചിക ബന്ധനങ്ങളും കഴിയുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ നമുക്ക് പുറത്തുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ഇരുട്ടിൻ്റെ തടവറയിൽ നിന്ന്, അന്ധകാര തടവറയിൽ നമ്മൾ വിമോചിപ്പിച്ചത് യേശുവാണ്. ഒന്ന് കരങ്ങൾ ഉയർത്താൻ നമുക്ക്. ഹല്ലേലൂയ. ഈ സായാഹ്നം നമ്മൾ കർത്താവിന് നന്ദി പറയുന്നത്, ഹല്ലേലൂയ പറയുന്നത്, ഈ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ച കർത്താവിന് നന്ദി പറയുകയാണ് നമ്മൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ നന്ദി, എൻ്റെ യേശുവേ നന്ദി. ഈ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിന് കർത്താവേ നന്ദി. ഞങ്ങളെ വിമോചിപ്പിച്ചതിന് കർത്താവേ നന്ദി. ദൈവസ്നേഹം അനുഭവിക്കാൻ തക്കുന്ന ഹൃദയങ്ങളെ രൂപപ്പെടുത്തിന് കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനോട് ചേർന്ന് കരങ്ങൾ താഴ്ത്തി സങ്കീർത്തന വചനം കൂടെ നമ്മൾ ചേർത്ത് ധ്യാനിക്കുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം അതിൻ്റെ 30:11. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഹല്ലേലൂയ. ആ വചനം ഒന്ന് ധ്യാനിക്കാൻ നമുക്ക്. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ഹല്ലേലൂയ. എന്താണ് നമ്മൾ കർത്താവിന് നന്ദി പറയാൻ കാരണം? എൻ്റെ വിലാപത്തെ അവിടുന്ന് ആനന്ദ നൃത്തമാക്കി മാറ്റി. ഒന്ന് കരങ്ങളോർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് എൻ്റെ ചാക്കു വസ്ത്രം അഴിച്ച് അവിടുന്ന് എന്നെ ആനന്ദമണിയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ അന്ധകാരത്തിൻ്റെയും വലിയ ദുഃഖ
ദുഃഖത്തിൻ്റെയും വലിയ സങ്കടത്തിൻ്റെയും വലിയ ഒറ്റപ്പെടലിൻ്റെയും വലിയ കുറ്റപ്പെടുത്തലിൻ്റെയും എല്ലാ അനുഭവങ്ങളുണ്ടായിരുന്നു. ഹാലലുയ. ചില മുഹൂർത്തങ്ങൾ ജീവിതം കൈവിട്ടു പോയതുപോലുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. ഹാലലുയ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ഇന്നലകളിലെ എൻ്റെ ദുഃഖങ്ങളും പ്രതിസന്ധികളും എനിക്കൊരു കർത്താവിൻ്റെ മുഖം വെളിപ്പെട്ട് കിട്ടാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ, അവിടുത്തെ വചനത്തിലേക്ക് വരുവാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ നിമിത്തമായി തീർന്നത് എൻ്റെ വിലാപത്തിൻ്റെ സങ്കടത്തിൻ്റെ ദിവസങ്ങളാണ്. അതിന്ന് എനിക്ക് ആനന്ദത്തിൻ്റെ കാരണമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് ഇന്ന് നന്ദി പറയുന്നത്. ഹാലലുയ. വീണ്ടും ഒന്ന് കരങ്ങൾ ഉയർത്തി ഹാലലുയ. യേശുവേ നന്ദി. എൻ്റെ വിലാപത്തിൻ്റെ ദിനങ്ങളെ ഇന്ന് ആനന്ദമാക്കി രൂപാന്തരപ്പെടുത്തിയ കർത്താവേ, ഞങ്ങൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ സായാഹ്നത്തിൽ അങ്ങേ ആരാധിച്ച് ഹല്ലേലൂയ പാടി മഹത്വപ്പെടുത്തുന്നു. ഹാലലുയ. ആരാധന 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 വിട്ടുകൊടുത്ത് ശ്രദ്ധിക്കാം നമുക്ക്. ഹാലലുയ ഹാലലുയ. അവിടുന്ന് എന്നെ ചക്കുവസ്ത്രം അഴിച്ച് ആനന്ദം അണിയിച്ചു. ഇന്ന് ലോകത്ത് പലർക്കും കിട്ടാത്ത ഒരു ആനന്ദം ഞാൻ ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. ഹാലലുയ 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 ഹാലലുയ. ആരാധന 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 ആരാധന. കർത്താവേ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെ പ്രതി ഞാൻ നന്ദി പറയുന്നു. പ്രതിസന്ധികളെ പ്രതി കർത്താവേ നന്ദി പറയുന്നു. കുറ്റപ്പെടുത്തൽ നന്ദി പറയുന്നു കർത്താവേ. ആരാധന 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 ആരാധന. കരങ്ങളടിച്ച് പാടാം. എഴുന്നേറ്റ് നമുക്ക് കരങ്ങളടിച്ച് ആനന്ദമുണ്ട് വിട്ടുകൊടുത്ത് യേശുവിൽ ആനന്ദമുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതമായ പ്രകാശത്തിലേക്ക് എന്നെ നയിച്ചു. എന്റെ വിലാപങ്ങളെ ആനന്ദ നൃത്തമാക്കി മാറ്റി. എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. പാടിയിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടിയിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് എനിക്കാത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട് എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തി ഹാലലുയ വിട്ടുകൊടുത്ത് സ്തുതിക്കുക. ഹാലലുയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ശബ്ദം ഉയർത്തുക, സ്വരം വിട്ടുകൊടുക്കുക. ഹാലലുയ ഹാലലുയ. അനേകർക്ക് ലഭിക്കാത്ത പ്രത്യാശ എന്ന കർത്താവേ, അനേകർക്ക് ലഭിക്കാത്ത ആത്മീയ ആനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന കർത്താവേ, നന്ദി 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 നന്ദി. യേശുവേ നന്ദി 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 നന്ദി. വിടുതൽ തന്ന കർത്താവേ, സൗഖ്യം തന്ന യേശുവേ, സമാധാനം തന്ന യേശുവേ, പ്രത്യാശ തന്ന യേശുവേ, ധൈര്യം തരുന്ന യേശുവേ, എന്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തിയ യേശുവേ, എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ യേശുവേ, തിന്മയുടെ മേൽ എനിക്ക് ആധിപത്യം തന്ന കർത്താവേ, എന്നെ വചനം നിറയ്ക്കുന്ന യേശുവേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ പൂജിതനാക്കുന്ന യേശുവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിക്കാനുണ്ട്. യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. കഷ്ടതയിൽ ദൈവകരുതലുണ്ട്. യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്താൽ സൗഖ്യമുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ ഉയർത്തി കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടിയിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകര പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിച്ച യേശുവേ നന്ദി. ഹല്ലേലൂയ. എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റിയ കർത്താവേ നന്ദി. എൻ്റെ ചക്കുവസ്ത്രം അഴിച്ചു മാറ്റി എന്നെ ആനന്ദത്താൽ നിറച്ച യേശുവേ, ഈ സായാഹ്നത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ
യേശുവേ നന്ദി, യേശുവേ വചനം നൽകുന്ന ആരാധന. ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. കരങ്ങളടിച്ച് വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ഹല്ലേലൂയ. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. കരങ്ങൾ വീശി പാടിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പാടിടും ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമുണ്ട് ആനന്ദമുണ്ട് സന്തോഷത്തോടെ ആനന്ദിച്ച് ആത്മാവിൽ ആനന്ദമുണ്ട് 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 എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട് 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 എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട് 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 എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട് ഹല്ലേലൂയ പാടിടും ഞാൻ ഹല്ലേലൂയ 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 പാടിടും ഞാൻ യേശുവേ, ഈശോ, ഈശോ, വിട്ടുകൊടുത്ത് വിളിക്കാം. ആനന്ദം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ, ആത്മബലം നിറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എല്ലാവരും ഭാഷാപത്തി സ്തുതിക്കുക. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ പാടുമായിരുന്നു, ആനന്ദമുണ്ട് ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്, ഞാൻ വലിയ ആനന്ദത്തിൻ്റെ നിറവിലൊക്കെയാണെന്ന്. പക്ഷേ ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ പലരുടെ മുഖത്ത് വലിയ വിഷാദ ഛായ. കൈയടിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, പക്ഷെ പലരുടെയും മനസ്സ്, ഹൃദയം എവിടുന്നിലൊക്കെയോ ഉടക്കി കിടക്കുക. സുഖാണ് എല്ലാവർക്കും? ആണോ? സുഖാണ്. കുറേ പേര് പറഞ്ഞു. എന്നാൽ ഈ ടോക്ക് അവസാനം ചെയ്യുമ്പോൾ, ഈ വചന പ്രഘോഷണം തീർന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും, ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്, ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ്, ഈശോയിൽ സുഖമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം ഈ സെക്ഷനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. മറിയം പറഞ്ഞു, ഇതാ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രഘോഷിക്കും. എന്നാൽ ഈ ഭൂമിയിലുള്ള ഈ മാതാവിൻ്റെ ജീവിതം അത്ര സുഖമുള്ളൊന്നും ആയിരുന്നില്ല. നമുക്കറിയാം, ഏതു മനുഷ്യനും അറിയാം, സുഖമുള്ള ജീവിതമായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് സുഖമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ സുഖക്കേട് പരിശുദ്ധ അമ്മ നേരത്തെ അനുഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ എനിക്ക് സുഖമില്ല, സന്തോഷമില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ തരങ്ങളെയും കാരണങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് 3 നന്മ നിറഞ്ഞോറിയും ചൊല്ലി ഈ സെഷനെ പരിശുദ്ധ മാതാവിന് സമർപ്പിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാ, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചല്ലോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹങ്ങളുടെ രാത്രിയാണ്. നൈറ്റ് വിജ് രാത്രി. ലോകം മുഴുവനിലേക്കും കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. ഈ കൊച്ചു കൂട്ടായ്മയിൽ മാത്രമല്ല, ലോകം മുഴുവനിലേക്കും കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് വർഷിക്കുന്ന ഒരു രാത്രി. എന്നാൽ അനുഗ്രഹം പ്രതീക്ഷിച്ച് വന്ന് ചേർന്നിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നീക്കിക്കളഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. പിതാവായ ദൈവത്തിനും പുത്രനായ യേശുവിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഈ രാത്രിയിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില സംഗതികൾ അത് നീക്കിക്കളഞ്ഞാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹം, നമ്മൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം ക്ഷമിക്കാത്ത ഹൃദയമാണ്. എന്ത് തെറ്റ് ചെയ്തവനാകട്ടെ, ഏത് രീതിയിൽ പ്രവർത്തിച്ചവളാകട്ടെ, ക്ഷമിക്കാതെ ദൈവസന്നിധിയിൽ നീതീകരണമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. എന്തും ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കെങ്കിലും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമിക്കാത്ത ഒരു ഹൃദയമാണ് നമുക്ക് അനുഗ്രഹം നിഷേധിക്കുന്ന ഒന്ന്. അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, കാരണം നമ്മളത് ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള വചനമാണ്, ക്ഷമിക്കാത്ത ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടില്ല എന്ന്. എന്നാൽ ഇതിനേക്കാളും ഒക്കെ ഒത്തിരി വലുതായിട്ട് വേറൊരു സംഗതിയുണ്ട്, അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നതാണെന്ന്. ക്ഷമിക്കാത്ത ഹൃദയത്തേക്കാൾ ഒത്തിരി അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നീക്കിക്കളയുന്ന ഒരു സംഗതി, അത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഹൃദയം കൊണ്ട് തമ്പുരാൻ്റെ അടുത്ത് പോയിന്നാൽ ഒന്നും കിട്ടില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 വാചകങ്ങളിൽ പറയുന്നു: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായിരുന്നാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണവും ഇല്ല. മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണം ഇല്ല. ക്ഷമിക്കാത്ത കാര്യം കർത്താവ് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ക്ഷമിക്കും, ക്ഷമിക്കാണ്ട് തന്നെ ചിലപ്പോൾ അനുഗ്രഹിക്കും. പക്ഷേ ഈ കാര്യത്തിന് എന്തില്ല എന്നാ പറയണേ? ന്യായീകരണം ഇല്ല. ഒരു ന്യായീകരണവും ഇല്ല എന്നല്ല പറയണത്, യാതൊരു ന്യായീകരണവും ഇല്ല. നീ ആര് തന്നെ ആയാലും എന്നാ പറയുന്നേ. പണ്ഡിതനോ പാമരനോ ദരിദ്രനോ വലിയവനോ ആര് തന്നെയുമാകട്ടെ, കറുത്തവനോ വെളുത്തവനോ അഭ്യസ്തവിദ്യനോ വിദ്യയില്ലാത്തവനോ ആര് തന്നെയുമാകട്ടെ, മറ്റൊരുവനെ കുറ്റം വിധിച്ചാൽ പിന്നെ യാതൊരു ന്യായീകരണവും ദൈവത്തിൻ്റെ സന്നിധിയിലില്ല. അത്തരത്തിൽ എന്തെന്നാൽ നീ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം, തെറ്റാണെന്ന് പറയുന്ന കാര്യം, അത് തന്നെ നീ പ്രവർത്തിക്കുന്നു. ഇപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി വളരെ കർക്കശമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സംഗതി നമ്മൾ അധികം കേട്ടിട്ടില്ല അല്ലേ? അധികം നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറ്റം വിധിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം,
അയൽക്കാരാരെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥനായിരിക്കാം, ആര് തന്നെയും ആയിരിക്കട്ടെ. ഇപ്പം നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ട് നമ്മൾ കുറ്റം വിധിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നവർ. അവരെ എന്നത്ര കാലത്തോളം കുറ്റം വിധിക്കുന്നുവോ ദൈവം നമ്മളെ ന്യായീകരിക്കില്ല. ദൈവം നമ്മളെ ന്യായീകരിക്കില്ല. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്ര കുറ്റം വിധിക്കുന്നതിൽ മോശമുള്ള ആളൊന്നും അല്ലായിരുന്നു. ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ അത്ര മോശമുള്ള ആളൊന്നും അല്ലായിരുന്നു. കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് 22-ാമത്തെ വയസ്സിൽ കടന്നു വന്ന ആളാണ് ഞാൻ. പെട്ടെന്നായിരുന്നു എൻ്റെ പുരോഗതി. പെട്ടെന്ന് ജീസസ് യൂത്തിലേക്ക് വന്നു, ഓൾ കേരള ലീഡറായി. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്ന എനിക്ക് ഒത്തിരി കുഴപ്പമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വലിയ കുഴപ്പമാണ് എന്ത്? മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒരു ദിവസം എൻ്റെ ആൻറ്റി സെല്ലി എന്ന് പറയുന്ന എൻ്റെ ആൻറ്റി, എൻ്റെ അപ്പച്ചൻ്റെ ഇളയ പെങ്ങള് 5 വയസ്സ് പ്രായമുള്ള തൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. കുട്ടി ഒക്കത്താണ് ഇരിക്കുന്നത്. നമുക്കറിയാം 5 വയസ്സ് പ്രായമുള്ള കൊച്ചിനെ ഒക്കത്തിരുത്തേണ്ട കാര്യമില്ല. ഇവൻ എന്ത് ചെയ്താൽ താഴേക്ക് ഇരിക്കയില്ല. ആൻറ്റി ഈ കൊച്ചിനെയും ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. ആൻറ്റി ഈ കൊച്ചിനെയും ചുമന്നുകൊണ്ട് നിൽക്കുക. ആൻറ്റിയെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞ് ഇവൻ സമ്മതിക്കൂല. ആൻറ്റി നിന്നോണ്ട് ആൻറ്റി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചു. എനിക്കിത് കണ്ടപ്പോൾ ദേഷ്യമായി. ഞാൻ പറഞ്ഞു, ആൻറ്റി ഇതെന്താ, 5 വയസ്സ് പ്രായമുള്ള കൊച്ചല്ലേ, അവനോട് അവിടെ ഇരിക്കാൻ പറ. ആൻറ്റി അവിടെ ഇരിക്കുക. പക്ഷെ കൊച്ച് ജഗം ചെയ്താൽ സമ്മതിക്കില്ല. ആൻറ്റി ഈ ഒക്കത്തു നിന്നും മറ്റേ ഒക്കത്തേക്ക് മാറി കുത്തി ഇങ്ങനെ നിൽക്കുക വിഷമിച്ച്. ഞാൻ പറഞ്ഞു, ആൻറ്റി കൊച്ചിനെ നിലത്തിരുത്ത്. ഈ പ്രായമുള്ള കൊച്ചുങ്ങളെ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ വലിയ ദുരിതമാവും. ഇവൻ കുറച്ച് കഴിയുമ്പോൾ ആൻറ്റിയുടെ തല കയറിയിരുന്ന് ചെവി തിന്നും. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എൻ്റെ മോളെ അങ്ങനെയല്ല സംഗതി, ഇവൻ വലിവുള്ള കൊച്ചാ, ഇവൻ വലിവുള്ള കൊച്ചാ. ഈ ഇത്തരത്തിലുള്ള വലിവുള്ളവർക്ക് ഈ വാവിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ പിള്ളേർ മൂശാട്ടത്തരം കാണിച്ചു തുടങ്ങും. മൂശാട്ടത്തരത്തിന് ഇവരെ വഴക്ക് പറയാൻ പാടില്ല. വൈദ്യന്മാർ പറയും ഇവരെ കരയിക്കരുത്, കരയിച്ചാൽ ഈ കരച്ചിൽ എഴുതിലേ ചെന്ന് അവസാനിക്കുകയുള്ളൂ, ഒരു വലിയ വലിവിൽ. അതുകൊണ്ട് ആയുർവേദ വൈദ്യന്മാർ, വലിവിന് ചികിത്സിക്കുന്ന വൈദ്യന്മാർ പറയും, വാവിനോടടുത്ത് വരുന്ന മൂശാട്ടതരം കണ്ട് നിങ്ങൾ കൊച്ചിനെ തല്ലരുത്, വഴക്ക് പറയരുത്, അവനെ കൊണ്ട് കരയിക്കരുത്, അത് വലിയ വലിവിലേക്ക് വരും. ആൻറ്റി പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെയാണ് സംഗതി. അത് കേട്ടിട്ട് എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നില്ല. ഞാൻ പറയും, വൈദ്യന്മാർ പലതും പറയും, പക്ഷേ ഇതുപോലെ മൂശാട്ട കാണിക്കുന്ന കൊച്ചിനെ ഇങ്ങനെ ആൻറ്റി അക്കത്ത് ഇരുത്തിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഇവൻ വലിയ മൂശാട്ടയായിട്ട് തീരും. എന്നിട്ട് ഞാൻ കരിസ്മാറ്റിക് അല്ലേ, ജീസസ് യൂത്ത് അല്ലേ, ഇച്ചിരി വചനമൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും, മെരിക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. പുത്രനെ അധികമായിട്ട് ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. ആൻറ്റി കൊച്ചിനെ താഴെ ഇറക്ക്, എന്നിട്ട് ആൻറ്റി സമാധാനമായിട്ടിരിക്കുക എന്ന് പറയും. പക്ഷേ കൊച്ചു സമ്മതിയിൽ എൻ്റെ നേരെ ഒരു നോട്ടം നോക്കിയിട്ട് അവൻ എന്നാ ചെയ്തെന്നറിയാവോ? കുടിച്ച വെള്ളത്തിൻ്റെ ആ ഗ്ലാസ് എടുത്ത് നിലത്തേക്കോ മുറ്റത്തേക്കോ ഒറ്റ ഏറ്. പ്രൈസലോ. എങ്ങനെ ഇരിക്കും? എനിക്ക് വന്ന ദേഷ്യം ഇരട്ടിച്ചു, ആൻറ്റിയുടെ നിസ്സഹായത അതിലും ഇരട്ടിച്ചു. അപ്പോൾ ഞാൻ ഒരു നീക്കം കൂടെ ആൻറ്റിയെ ഉപദേശിച്ചു, ദൈവവചനമൊക്കെ കാഴ്ചവെച്ച് 2 കീറ് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞു. പക്ഷേ ആൻറ്റി നിസ്സഹായതയോടുകൂടി എന്നെ നോക്കി, വേദനയുടെ ഒരു പെടച്ചിൽ, നിസ്സഹായതയുടെ ഒരു പെടച്ചിൽ. എന്നിട്ട് പറഞ്ഞു, മോളെ നിനക്കിതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറേ കഴിയുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഞാൻ ആൻറ്റിയെ സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയാൻ പറ്റില്ല. ആൻറ്റി എടുക്കേണ്ട നിലപാട് എടുത്തില്ല എന്നുള്ള ദേഷ്യത്തിൽ തന്നെ ആൻറ്റിയെ പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഞാനൊരമ്മയായി, കല്യാണം കഴിഞ്ഞ് ഞാനൊരമ്മയായി. എൻ്റെ മോൻ മനുവിന് 1 വയസ്സായപ്പോൾ ഇതേ വലിവ്,
മനുവിന് ഒരു വയസ്സായപ്പോൾ എന്ത് സംഭവിച്ചു? ഇതേ വലിവ് വാവിനോടടുത്ത് വരുന്ന വലിവ് വാവ് വരാറാവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാം? ഇവനെല്ലാ കുരുത്തക്കേടും ഒപ്പിക്കും, എല്ലാ കുരുത്തക്കേടും ഒപ്പിക്കും. അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ എളിയിൽ കയറും. വേറൊരാൾ കൈ നീട്ടിയാൽ പോവില്ല. ജോസ്മോൻ ഒരു ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെങ്കിൽ ഡസൻ കണക്കിന് ഗ്ലാസ്സുകൾ എൻ്റെ കൊച്ച് എൻ്റെ മുമ്പിൽ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി പൊട്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിസ്സഹായത ഒന്ന് കാണണേ. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ആൻറ്റിയുടെ പ്രാക്ക് കിട്ടിയതായിരിക്കും എനിക്ക്, ആൻറ്റിയുടെ പ്രാക്ക് കിട്ടിയതായിരിക്കും. സെല്ലി ആൻറ്റി, എന്നോട് ക്ഷമിക്കണേ, എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും അനുഭവിക്കുന്ന വേദനയുടെ പല വശങ്ങളും കാണുമ്പോൾ നമ്മൾ അവിടെ കുറ്റം വിധിക്കും. എന്നാൽ ആ വേദന സ്വന്തം ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴേ എന്ത് അനുഭവിക്കാൻ പറ്റുള്ളൂ? അതിൻ്റെ തീവ്രത എന്തെന്നും നിസ്സഹായത എന്തെന്നും അനുഭവിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഒരു ഇടതടവില്ലാത്ത വിധത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മറ്റുള്ളവരെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ പറഞ്ഞില്ലെങ്കിലും കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. ഇതിന് നമുക്കൊരു ദാക്ഷിണ്യമില്ല. അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, ഇക്കാര്യം പ്രവർത്തിക്കുന്ന പേരിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി കർക്കശാണ്. അത് ഞാൻ അനുഭവിച്ചു. വീണ്ടും അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ഞാനൊരു നല്ല ടീച്ചറായിരുന്നു. ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല, മിടുക്കി ടീച്ചറെന്ന് എന്നെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ആ ടീച്ചർ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ കൊച്ചുങ്ങളെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. കുട്ടികളെ എൻ്റെ കൂടെ നന്നായിട്ട് സഹകരിക്കുകയും കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനൊരു ലീവ് വേക്കൻസിയിൽ ഒരു സ്കൂളിൽ ചെന്നു. അപ്പം എനിക്കറിയാം ഞാൻ മിടുക്കി ടീച്ചറാണെന്ന് എനിക്കറിയാം. ഞാൻ സ്കൂളിൽ ചെന്ന് കുട്ടികളോടെല്ലാം സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞു, അവരെ ഫ്രഷപ്പ് ചെയ്തു, എല്ലാം ചെയ്തപ്പോൾ ഒരു കൊച്ച് എൻ്റെ നേരെ കണ്ണ് തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഈ കൊച്ചിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന ടീച്ചറിനെ ഇഷ്ടമായിരുന്നു, ഈ കൊച്ച് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടും പല അഭ്യാസങ്ങളും എടുത്തിട്ടും ഈ കൊച്ച് മാത്രം സഹകരിക്കുന്നില്ല, ഇതെന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുക. പിന്നെ ഞാൻ ഇവരെ പ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ സ്റ്റാൻഡപ്പ്, റൈറ്റ് ഹാൻഡ് ഫ്രണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഫ്രഷപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ കൊച്ച് അനങ്ങിയിട്ടില്ല, വീണ്ടും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഈ ക്ലാസ്സിൽ പൊതുവായിട്ട് തരുന്ന നിർദ്ദേശങ്ങൾ നിനക്ക് മാത്രം എന്താ ബാധകമല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചങ്ങ് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങി. പൊട്ടിക്കരഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാവോ? അടുത്തിരിക്കുന്ന കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ടീച്ചറെ, അവൾക്ക് സുഖമില്ലാത്ത ടീച്ചറെ, അവൾക്കടെ ഒരു വശം പോളിയോ വന്ന് തളർന്നു പോയതാ. പ്രൈസ് ദി ലോർഡ്. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ കൊച്ചിനെയാണ് ഞാൻ എന്ത് ചെയ്തത്? കുറ്റം വിധിച്ചത്. ഈ തരുന്നൊരു നിർദ്ദേശങ്ങളൊന്നും പാലിക്കാൻ ആ കൊച്ചിന് പറ്റിയില്ല. അപ്പം ടീച്ചർ തല്ലുവോ, ടീച്ചർ വഴക്ക് പറയുമോ എന്നോർത്താണ് ഈ കൊച്ചെന്നെ എന്ത് ചെയ്തത്? തറച്ച് നോക്കിക്കൊണ്ട് ഇരുന്ന്. അപ്പം എനിക്കെന്താ ഫീൽ ചെയ്തേ? കൊച്ചിനെന്നെ ഇഷ്ടമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കൊച്ചിനെ അടുത്ത് വിളിച്ച് മാപ്പ് ചോദിച്ചു. സോറി മോളെ, തെറ്റിപ്പോയി, ടീച്ചറിന് മനസ്സിലായില്ലായിരുന്നു. നീ എന്താ പറയാതിരുന്നേ? കുട്ടികളോടും ചോദിച്ചു, നിങ്ങളെന്താ പറയാതിരുന്നേ? അപ്പോൾ ആ കൊച്ചുങ്ങൾ പറഞ്ഞു, ടീച്ചറിന് അത് മനസ്സിലാകുമെന്ന ഞങ്ങൾ ഓർത്തെ. ടീച്ചറിന് ഞങ്ങൾ പറയാതെ അത് മനസ്സിലാകുമെന്ന ഓർത്തെ. ഞാനും കുട്ടിയോട് പാമ്പ് ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ, അവിടെ ആയിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു, ആ കുട്ടിയും ഞാനും. ഞാൻ ക്ഷമ പറയാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ, അവളെ വിളിച്ച് ആശ്വസിപ്പിച്ചിരുന്നില്ലെങ്കിൽ വേറൊരു ചരിത്രം ഉണ്ടാവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ അനുസരിക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ടാവും. നമ്മളോർക്കുന്നത് നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാ. നമ്മളോർക്കുന്നത് എന്തെന്നാണ്? നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാ.
ധിക്കാരി, വല്ലാത്തവൻ, വല്ലാത്തവൾ, അനുസരിക്കാത്തവൾ എന്തൊക്കെ പറയും. പക്ഷേ ഈ വ്യക്തി അനുഭവിക്കുന്ന നിസ്സഹായത മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതുപോലെ ഒത്തിരി പേരെ കുറ്റം വിധിച്ച് പോവും. അങ്ങനെ ഇപ്പം നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പേരെ നമ്മൾ കുറ്റം വിധിച്ച് വച്ചിട്ടുണ്ട്. അനുസരണയില്ലാത്തവൻ, ധിക്കാരി എന്നൊക്കെ പറഞ്ഞ്, അനുസരണയില്ലാത്തവൾ, ധിക്കാരി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരെ കുറ്റം വിധിച്ച് വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാപ്പ് ചോദിക്കാം. അതുപോലെ എൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിൽ വേറൊരു സംഭവം ഉണ്ടായി. മക്കളുടെ ജീവിതത്തിലുള്ളത് പറയുമ്പോൾ തിരിച്ചറിയാൻ എളുപ്പമുണ്ടല്ലോ. എൻ്റെ കൊച്ചിന് കരപ്പൻ പിടിച്ചു. മനുവിന്, മൂത്ത മകന് കരപ്പൻ പിടിച്ചു. ഈ കൊച്ചൊത്തിരി സഹിക്കുന്ന കൊച്ച. കരപ്പൻ പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയാവോ? ശരീരം മുഴുവൻ പൊട്ടി. ചേന ചെത്തിയാൽ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ശരീരം പൊട്ടി. ഞങ്ങൾ ഓടി ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. പറഞ്ഞു, ഇതൊത്തിരി കൂടിപ്പോയി, മഹാതിക്തകം കഷായം കൊടുക്കാം. തിക്തകം എന്ന് പറയുന്നത് കൊടുക്കേണ്ട കഷായം, പക്ഷേ ഉണക്കാൻ വേണ്ടിയിട്ട് മഹാതിക്തകം, ഏറ്റവും കയ്പുള്ള കഷായം കൊടുത്ത് ഇവൻ വാ തുറന്നത് കുടിക്കുമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ ശരീരത്തിലെ വ്രണങ്ങൾ കഴുകി തുടയ്ക്കാനുള്ള തത്രപ്പാടിൽ ഇവനെ വെള്ളത്തിലിരുത്തി കുളിർപ്പിച്ച് ഇവൻ്റെ വ്രണങ്ങൾ കഴുകുന്നതിനിടയിൽ ഇവൻ ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഓർക്കും, എനിക്ക് 100 കൂട്ടം പണികൾ. അന്ന് ശാലോമിൻ്റെ ഓഫീസും വീടും എല്ലാം കൂടെ ഒന്നിച്ച. ബെൻസാർ അന്ന് ജോലി രാജിവെച്ചിട്ടില്ല. വീട്ടിൽ വരുന്നവരൊക്കെ എന്നെയാണ് കാണുന്നത്. അവരോട് സമാധാനം പറയണം, വീട്ടിലെ പാചകം നടത്തണം, പിന്നെ എന്ത് ചെയ്യണം, ഈ കൊച്ചിനെ നോക്കണം. കൊച്ചാണെങ്കിൽ വഴങ്ങുന്നില്ല. ഞാൻ ഓർത്തു, വല്ലാത്തൊരു കൊച്ച്, ഇവനിച്ചിരി അടങ്ങിയിരുന്ന എന്താ. പക്ഷെ എൻ്റെ മനസ്സിൽ ആ ചിന്ത വന്ന ആ ദിവസം, പിറ്റേ ദിവസം എന്താണെന്നറിയാവോ? എൻ്റെ കാലിലൊരു വ്രണം വന്നു. ജോയിൻറ്റിൽ, അതായത് പാദവും കാലിൻ്റെ ഭാഗവും കൂടെ ചേരുന്ന സ്ഥലത്തൊരു വ്രണം. വൈദ്യന് ഭയങ്കര വേദന. ജോയിൻ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? വേദനിച്ചുകൊണ്ടിരിക്കും. അനങ്ങുമ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കും. വൈദ്യനവ കാണിച്ചു പറഞ്ഞു, കരപ്പന. എന്നാന്ന് പറഞ്ഞു? കരപ്പന. അത് കരപ്പൻ ബാധിച്ച മനുഷ്യരെ കഴുകി തുടയ്ക്കുമ്പോൾ ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. സഹിഷ്ണുതയോടുകൂടി ചെയ്യാൻ ദൈവം തന്നതാ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി, എൻ്റെ കൊച്ച് ഈ കഴുകി തുടയ്ക്കുന്ന സമയത്ത്, കൊടിത്തണ്ടിട്ട് ആ വ്രണങ്ങൾ കഴുകി തുടയ്ക്കുന്ന സമയത്ത് അനുഭവിച്ച വേദന എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. ഞാൻ സഹിഷ്ണുതയുള്ളവളായി. വീട്ടിലെ എന്ത് ജോലി നടന്നില്ലേലും, ഏത് വ്യക്തികളെ കണ്ടില്ലേലും ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ പരിചരിക്കും. അതവന് വലിയൊരാശ്വാസമായി. ഹല്ലേലൂയ. ചില അസുഖങ്ങൾ, ചില പാപാവസ്ഥകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ കുറ്റം വിധിക്കും, നിർദാക്ഷിണ്യം. എന്നാൽ ഈ വ്യക്തി അനുഭവിക്കുന്ന വേദന എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നില്ലേ? ആ കൂട്ടത്തിൽപ്പെട്ടവളാണ് ഞാനും. അതുകൊണ്ട് ആ കൃത്യം എൻ്റെ ആ ജോയിൻറ്റിൽ കർത്താവ് എനിക്ക് വ്രണം തന്നത്. കൊച്ചു സുഖപ്പെട്ടു. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഓർമ്മയായിരുന്നു. ഇനി നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ? ഈ പാപമൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. എന്താണ്? ഈ പാപമൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അത് അവൻ്റെയും അവളുടെയും ജീവിതത്തിലുള്ള പാപം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ആരെയും വിമർശിക്കല്ല കേട്ടോ. ആരെയെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ തന്നെയാണ്. ആരെയെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ തന്നെയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സിനിമാ നടൻ മരിച്ചു. എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമാ നടൻ ജയൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വലിയൊരു വില്ലാളി വീരൻ, എല്ലാവരുടെയും ആരാധനാപാത്രം മരിച്ചു. അപ്പോൾ ഹോസ്റ്റലിലാണെന്ന് ഞാൻ താമസിക്കുന്നത്. രാവിലത്തെ കാപ്പി കഴിഞ്ഞിട്ട്, അന്ന് മൊബൈലില്ല,
ഫോൺ ബന്ധങ്ങളില്ല, ഒന്നുമില്ല. രാവിലത്തെ കാപ്പി കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വന്ന് പേപ്പർ എടുത്ത് പിടിച്ച് കരച്ചില്ല. ജയൻ മരിച്ചു, ജയൻ ചേട്ടൻ മരിച്ചു, ഇനി എന്തിനാ ജീവിക്കണേ എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. ആ പേപ്പർ എടുത്ത് നെഞ്ചത്ത് വെച്ച് കരഞ്ഞ് ജയൻ്റെ ഫോട്ടോയിൽ മുത്തി ഇവരിങ്ങനെ ആ സ്വന്തപ്പെട്ട ആരാണ്ട് അപ്പനും അമ്മയും മരിച്ചതുപോലെ കിടന്ന് കരച്ചില്ല. നിർത്തുന്നില്ല ആ കരച്ചിൽ. എനിക്കങ്ങനെ ജയനെ ആരാധനയൊന്നുമില്ല, സിനിമാ നടന്മാരെ ഒന്നും ആരാധനയില്ല. ഞാൻ എൻ്റെ താടി കൈക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അല്ല പെണ്ണുങ്ങളെ, ഇതെന്ത് വട്ടാ നിങ്ങളീ കാണിക്കുന്നത്? ഒരു ജയൻ മരിച്ചതിനാണോ ഈ വലിയ പൂവിലുണ്ടാക്കുന്നേ? ഒരു ജയൻ മരിച്ചതിനാണോ ഈ പൂവിലുണ്ടാക്കുന്നേ? എന്തൊരു നാണക്കേട്! ഇനിയെങ്കിലും നിർത്തും, വല്ലവരും കണ്ടാൽ എന്ത് തോന്നും? ഞാൻ വലിയ ഉപദേശമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിനോട് പറഞ്ഞു, എടി സ്റ്റെല്ലേ, നീ വലിയ ആളൊന്നും ആവണ്ട. ഹോസ്റ്റലിൽ വെച്ചാണ് കേട്ടോ. നീ വലിയ ആളൊന്നും ഉണ്ട്. ജയൻ ചേട്ടൻ മരിച്ചാൽ നീ കരയില്ലായിരിക്കും, യേശുദാസ് മരിച്ചാൽ നീ കരയൂലേ? എടുത്ത വഴിക്ക് ചോദിക്കുകയാണ്, യേശുദാസ് മരിച്ചാൽ നീ കരയില്ലേ? എൻ്റെ നാവിറങ്ങിപ്പോയി. സത്യ, യേശുദാസ് മരിച്ചാൽ ഞാൻ കരയും. അക്കാലത്തുള്ള മിക്കവാറും ഭക്തിഗാനങ്ങൾ പാടിയത് ആരാന്നറിയാവോ? യേശുദാസ്. അതുകൂടാതെ കുറേ പ്രേമഗാനങ്ങളുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രേമഗാനങ്ങൾ, അതും പാടിയത് യേശുദാസാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എന്തുണ്ട്? യേശുദാസിനോട് ഭയങ്കര ആരാധന. അന്ന് യേശുദാസ് മരിക്കണേ ഞാനും ചങ്കത്തളച്ച് കരയും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ അധികം പറയാൻ നിന്നില്ല. ഞാൻ ഈ താര ആരാധന എന്ന ആ തെറ്റ് അത് അവരുടെ ജീവിതത്തിലുള്ളത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ട്. അവർക്ക് ജയനോട്, എനിക്ക് യേശുദാസിനുണ്ട്. ആ വ്യത്യാസമേ ഉള്ളൂ. രണ്ട് മന്ദന്മാർ നാട് കാണാനായിട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാവോ? ഈ രണ്ട് മന്ദന്മാരാ. ഒരു മന്ദന് തോന്നി എൻ്റെ കാല് കുഴിക്കകത്തേക്ക് ഇറക്കി വെച്ചേച്ച് മറ്റേ മന്ദനെ എന്തെന്ന് വിളിക്കാം? മന്ദാന്ന് വിളിക്കാം. മറ്റേ മന്ദനെ പലപ്പോഴും നമ്മുടെ ജീവിതം അത് തന്നെയാണ്. അത് തന്നെയാണ് കർത്താവ് പറയുന്നേ, ചെയ്യരുതെന്ന് പറയുന്ന തിന്മ, നീ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന അതേ തിന്മ നീ ചെയ്യുന്നു. അവർക്ക് ജയനോട്, എനിക്ക് യേശുദാസിനോട്. അവർക്ക് ജയൻ, എനിക്ക് യേശുദാസ്. ഞാൻ സുഖമായിട്ട് താടിക്ക് കൈയും കൊടുത്ത് ഇവരെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഇത് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് തിന്മ നീ ചെയ്യില്ല എന്ന് പറയുന്നുവോ, കുറ്റം വിധിക്കുന്നുവോ, ആ തിന്മ ആ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിൻ്റെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ഉള്ളവരുടെ മേലുള്ള കർത്താവിൻ്റെ വിധി ന്യായയുക്തമാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം ഈശോയെ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ല. പക്ഷെ ഞാനത് കണ്ടു. ഒരു ചെറുക്കൻ കൊച്ചിനെ പോലീസ് തൊണ്ടിയെടുക്കാനായിട്ട് കൊണ്ടുവിടുക. അമ്മേനെ കൊന്ന കൊച്ച്. ആരെ കൊന്നവനാ? അമ്മേനെ കൊന്ന കൊച്ച്. ഞാനും ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, തൊണ്ടി പിടിക്കാനായിട്ട് കൊണ്ടുകൊടുക്കുക, തെളിവടിപ്പിക്കുക ഒരു കൊച്ചിനെ കൊണ്ട്. എൻ്റെ മക്കൾ ആരെങ്കിലും ആണെങ്കിൽ, എൻ്റെ മനുവോ നിർമ്മലോ ആണെങ്കിൽ, ദൈവമേ, ഞാനെന്ത് ചെയ്യും? ഇത് വിചാരിച്ച ഉടനെ കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ വലിയൊരൊഴുക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഓടിച്ചെന്ന് ആ ടി വിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അതിനു മുമ്പോ അതിന് ശേഷം ഒന്നും കരുണാസാഗരമൊന്നുമല്ല. പക്ഷെ ആ സമയത്ത് ദൈവസ്നേഹത്തിൻ്റെ വലിയ നീരൊഴുക്ക്, പാപികളുടെ മേലെ കർത്താവ് കാണിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു നീരൊഴുക്ക് ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു കണ്ടപ്പോൾ കണ്ടോണ്ടിരുന്ന എൻ്റെ ഇളയ മോൻ ചോദിച്ചു, അമ്മയ്ക്ക് വട്ടാണോ? അമ്മയ്ക്ക് എന്താ വട്ടാണോ? അമ്മ ആരെയെ കെട്ടിപ്പിടിച്ചേക്കണേ? ഒരു കുറ്റവാളിയെ, അത് അമ്മേനെ കൊന്നവനെ.
ഇത് ചികിത്സിക്കേണ്ട കേസാണ്. അതായത് എൻ്റെ പരിപാടി ചികിത്സിക്കേണ്ട കേസാണ്. അപ്പം ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അമ്മ കാണിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റു. സത്യമാണ്, ഞാനങ്ങനെ കരുണാസാഗരമൊന്നുമല്ല. അതിനു മുമ്പോ അതിന് ശേഷമോ ഞാൻ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ആ നിമിഷം കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഒരു പാപിയുടെ നേർക്കുള്ള സ്നേഹം. ഈ വട്ടുകേസ് ഇതിനു മുമ്പ് ചിലർ കാണിച്ചിട്ടുണ്ട്. ആരാന്നറിയാവോ? വേറെ ആരുമല്ല, പരിശുദ്ധ ത്രിത്വമാ. പാപത്തിൽ മരിക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് അപ്പൻ ചോദിച്ചു, മോനെ നീ പോകാവോടാ ഈ ലോകത്തിലേക്ക് അവർക്ക് വേണ്ടി? അവൻ പറഞ്ഞു, അപ്പ ഞാൻ പോവാ. നീ പോയാ പോരടാ, നീ അവർക്ക് വേണ്ടി മരിക്കണം, അവരുടെ പാപങ്ങളെ ഏറ്റെടുക്കണം, അവർക്ക് വേണ്ടി മരിക്കണം, ബലിയായി തീരണം. പറ്റുമോ മോനെ? പറ്റും അപ്പാ, ഞാൻ പോവും. അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഞാൻ പോവും. പരിശുദ്ധാത്മാവായ ദൈവം അടുത്ത് നിൽക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തോട് പിതാവ് ചോദിച്ചു, ഇവൻ പോയേച്ച് തിരിച്ചു വരുമ്പോൾ നീ പോകുമോ പാപപങ്കിലമായി ലോകത്തിലേക്ക്? ഞാൻ പോകാം. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം സാർത്ഥകമായി ദൈവവുമായിട്ടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അതേ കുരിശു മരണം വരെ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചു. യേശുവിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു എന്നെങ്കിൽ മാത്രമേ നമ്മൾ പ്രഘോഷിക്കുന്ന സുവിശേഷത്തിന് മറ്റുള്ളവരെ മാറ്റാൻ കഴിയൂ. യേശുവിൻ്റെ വട്ട്, പിതാവിൻ്റെ വട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വട്ട് നമുക്ക് പിടിക്കാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് ആരെയും സ്വാധീനിക്കാത്തത്. നമ്മൾ സുവിശേഷം പറയുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ സെല്ലിയാൻ്റെയോട് സുവിശേഷം? ആൻറ്റി ഈ രീതി പോയാ ചെറുക്കൻ തലേ കയറിയിരുന്ന് ചെവി തിന്നും. മെരിക്കാത്ത കുതിര എന്ത് കാണിക്കും? ദുശാഠ്യം കാണിക്കും. ഇവനെ മെരിക്കയില്ലെങ്കിൽ ആൻറ്റി അനുഭവിക്കും. അത് കേട്ട് എൻ്റെ പാവപ്പെട്ട ആൻറ്റിയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരാ വീണ്. ആൻറ്റി ഒന്നും പറഞ്ഞില്ല. കാര്യം ഞാൻ വലിയ ആളല്ലേ, ഞാൻ വലിയ ജീസസ് യൂത്ത് അല്ലേ, ആ ഇടവകയിലെ വലിയവരുടെ മുതിർന്നവരുടെ കൂട്ടിലെ ലീഡറല്ലേ. ആൻറ്റി ഒന്നും പറഞ്ഞില്ല. ഇതുപോലത്തെ സുവിശേഷം നമ്മൾ ലോകത്തിന് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, കുടിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ആ കുടിക്കുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാരായ നമ്മൾ പറയുന്ന സുവിശേഷം കേട്ട 2 പെഗടിക്കുന്നവന് പിറ്റേ ദിവസം പോയി 4 പെഗടിച്ചേച്ച് നടക്ക് നേരെ വന്ന് എന്ത് ചെയ്യാൻ തോന്നും? ഒന്നിങ്ങടെ ഛർദ്ദിക്കാൻ തോന്നും. ഭർത്താക്കന്മാരും ഇതുപോലെ തന്നെ. അതേ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയുന്ന സുവിശേഷം കേട്ടാൽ ഈ സ്ത്രീ ഓർക്കും, ദൈവമേ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോകാൻ പറ്റിയില്ലല്ലോ, ഇങ്ങേരുടെ കൂടെയാണല്ലോ ഈ കാലം മുഴുവനും ജീവിച്ചേ. കാരണം എന്താ? ഈ കരുണാർദ്ര സ്നേഹത്തിൻ്റെ കരങ്ങൾ തേടിയെത്തുന്നില്ല. പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി അത്യാവശ്യമായിട്ട് അറിയുന്നുണ്ട്. എന്നോട്, ഞാൻ സ്ഥിരം മാസികയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്നോട് ഒരിക്കലും ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, ഒരു സ്ത്രീയുടെ കാര്യം ഒന്ന് എഴുതാവോ? ഞാൻ പറഞ്ഞു, എന്താ ബ്രദറെ, എന്താ എഴുതേണ്ടത്? അപ്പോഴാ ബ്രദർ പറഞ്ഞു, ഒരു നല്ല സ്ത്രീയാ, കുടിച്ച് ലക്കും ലഗാനും ഇല്ലാതെ ഛർദ്ദിച്ച് കിടക്കുന്ന ഒരു ഭർത്താവിനെ മാറത്ത് ചേർത്ത് അമർത്തി വെച്ച് കൊന്ത ചൊല്ലി മാനസാന്തരപ്പെടുത്തിയ ഒരു സ്ത്രീയുടെ കാര്യമാണ്. നമുക്കറിയാം, അമ്മച്ചിമാരോട് ചോദിച്ചാൽ അറിയാം, കുടിച്ച് ഛർദ്ദിച്ച് കയറി വരുന്ന ഭർത്താവിൻ്റെ കൂടെ കിടക്കറ പങ്കിടേണ്ട വന്നാൽ ആ സ്ത്രീയുടെ ദുരന്തം എന്താണ്? ഇവളത് ദുരന്തമായിട്ട് കണ്ടില്ല. ഭർത്താവിനെ സ്നേഹത്തോടുകൂടി മാറത്ത് ചേർത്ത് വെച്ച് കിടത്തി അങ്ങേരെ ഉറക്കിയതിന് ശേഷം
കിടന്നുറങ്ങി, അതിനുശേഷം ഛർദിൽ കോരി, ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു ഞാനത് എഴുതൂല, എനിക്കത് എഴുതാനുള്ള യോഗ്യതയില്ല, എനിക്കത് എഴുതാനുള്ള യോഗ്യതയില്ല സഹോദരൻ, ഞാൻ എഴുതൂല. പ്രിയപ്പെട്ട, ഇന്ന് ഞാനത് പറയാം. അപ്പം നിങ്ങൾ ഓർത്തായിരിക്കും ഞാൻ യോഗ്യത നേടിയെന്നില്ല കേട്ടോ, യോഗ്യത ഇല്ല. ഇതുപോലെ കരുണാർദ്ര സ്നേഹം സ്വന്തം ഭർത്താവിലേക്ക് ഒഴുക്കി അവരെ വീണ്ടെടുക്കുന്ന ഒത്തിരി സ്ത്രീജന്മങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവർ നിങ്ങൾക്കും എനിക്കും മുമ്പിൽ വെല്ലുവിളികളായി ഈ ലോകത്തിലേക്ക് നിൽക്കുക. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടത് ധ്യാനം കൂടിയല്ല, ഈ സ്ത്രീയുടെ ജപമാലയുടെ ദിനങ്ങൾ തീർന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ കൂടി ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനത് മാസികയിൽ എഴുതിയില്ലേ, ഒരു പക്ഷേ ഇന്ന് അവരത് വായിക്കും, ഇന്നിത് ഈ നൈറ്റ് വിജിൽ ഇത് പറയുമ്പോൾ കേട്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വെല്ലുവിളിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. ഞാൻ അത്തരക്കാരിയല്ല, പക്ഷേ നമ്മൾ കുറ്റം വിധിച്ചാൽ ഒരൊറ്റ ജീവിതവും രക്ഷപ്പെടില്ല. കുറ്റം പിടിക്കുന്ന നമ്മുടെ വചനപ്രഘോഷണം കൊണ്ട് ആരും മാനസാന്തരപ്പെടുകയില്ല. കരുണാർദ്ര സ്നേഹം അത് നമ്മുടെ കീഴടക്കട്ടെ. കുറ്റം വിധിക്കാത്ത സ്നേഹം, അതാണ് അപ്പൻ്റെ സ്നേഹം, അതാണ് യേശുവിൻ്റെ സ്നേഹം, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കരുണതൻ ചൈതന്യമേ എന്നുള്ളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ എന്നെ നീ നവ്യനായി മാറ്റേണമേ. ഒരിക്കൽ കൂടി കരുണ തൻ ചൈതന്യമേ, കരുണതൻ ചൈതന്യമേ എന്നുള്ളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ എന്നെ നീ നവ്യനായി മാറ്റേണമേ. ഇന്ന് ഞാൻ ജോസ്മോനെയും സെല്ലിയാൻ്റെയും കിട്ടിയ അങ്ങനത്തെ സുവിശേഷം പറയില്ല, പക്ഷേ കർത്താവിൻ്റെ അടി കൊണ്ട് ഞാൻ മാറിയതാ. ഇന്നാണെങ്കിൽ ഞാൻ ചോദിക്കാം, ആൻറ്റി മടുത്തൂല്ലേ, കുറച്ച് നേരം എന്ത് ചെയ്യാം, ജോസ്മോനെ ഞാനെടുക്കാം. ജോസ്മോൻ കുട്ട, കണ്ടില്ലേ അമ്മ വല്ലാതെ വിഷമിക്കുന്നത്, കുഞ്ഞിങ് വാ, ഇച്ചിരി നേരം ആൻറ്റി എടുക്കാം, അമ്മേനെ വിഷമിപ്പിക്കല്ലേ. അവൻ ചിലപ്പോൾ എൻ്റെ നേരെ വല്ലതൊക്കെ പറയുമായിരിക്കും, ഒന്നും കൂടെ കാറുമായിരിക്കും. എന്നിട്ട് ആൻറ്റിയുടെ മടിയിലേക്ക് തലവെച്ച് ബലമായിട്ട് അവിടെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ആൻറ്റിയോട് പറയാം, ആൻറ്റി വിഷമിക്കണ്ട കേട്ടോ, അസുഖമൊക്കെ കുഞ്ഞിൻ്റെ മാറും, നമുക്കൊന്നിച്ച് ഒരു ധ്യാനത്തിന് പോവാം. ഡിവൈൻ കണ്ടില്ലേ, അവിടെ കൊച്ചുകുട്ടികളെയും കൊണ്ട് ധ്യാനിക്കാം, അവിടെ കൊച്ചുകുട്ടികളെയും കൊണ്ട് ധ്യാനിക്കാം. ആരും കൂടെ വരാനില്ലെങ്കിൽ ആൻറ്റി ഞാൻ വരാം. ഈശോയ്ക്ക് സുഖപ്പെടുത്താത്ത രോഗങ്ങളില്ല, ഈശോയ്ക്ക് സൗഖ്യപ്പെടുത്താനാവാത്ത രോഗങ്ങളില്ല. ആൻറ്റിയെ സഹായിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ വരാം ആൻറ്റി എന്ന് പറയുക. ആൻറ്റിയെ ചേർത്തണയ്ക്കും, ആ കുഞ്ഞിനെ ചേർത്തണയ്ക്കും, അവൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കും. ഇതാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, ഇതാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. ഞാൻ മാറിയതല്ല, കർത്താവ് അടിച്ചു മാറ്റിയതാണ്. അതുപോലെ ഒരു മാറ്റം വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തൻ ചൈതന്യമേ, കരുണതൻ ചൈതന്യമേ എന്നുള്ളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാ എന്നെ നീ നവ്യനായി മാറ്റേണമേ. നമുക്ക് കരുണ കിട്ടിയിട്ടുള്ളതില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കരുണ കൊടുക്കുന്നതിനുള്ള തടസ്സം. കർത്താവ് കരുണ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാർദ്ര സ്നേഹമേ നീ എന്നുള്ളിൽ വന്ന് നിറങ്ങിടണേ. ഒന്നിച്ചു പാടാ, കരങ്ങൾ നീട്ടി. കരുണാർദ്ര സ്നേഹമേ നീ എന്നുള്ളിൽ വന്നു നിറഞ്ഞിടണേ, ദിവ്യമാം ദാനങ്ങളാൽ എന്നെ നീ നവ്യനായി മാറ്റേണമേ. അരൂപിയിൽ പാടിക്കൊണ്ട്
രണ്ട് കരങ്ങൾ ഉയർത്തി ആ പ്രൈസ് ദി ലോർഡ്.